സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ NM സി വാര്യർ. മലയാളി മനസ്സിൽ ആഹ്ലാദം വാരിവിതറുന്ന പുണ്യദിനമാണ് തിരുവോണം. ഈ ദേശീയോത്സവം ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചേറ്റിലാളിക്കുന്നു. നാനാവർണ്ണ വിചിത്രമായ ഈ ലോകജീവിതത്തിൽ നിർവൃതിയേകുന്ന അനുഭൂതികൾ ഓണത്തിന്റെ മധുര സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ ആർത്തുല്ലസിക്കുന്ന ഒരേ ഒരു ദിനം പൊന്നിൻ ചിങ്ങത്തിലെ പൊന്നോണമാണ്. ഒരു നാടിന്റെ തനിമ മുഴുവൻ ഉത്സവരൂപം കൈക്കൊള്ളുകയായി. നിത്യനൂതനമായ ഒരു സുന്ദര ലോകത്തിന്റെ പ്രതീകമായി ഓരോ വർഷവും മലയാളികളുടെ ഇടയിലേക്ക് ധന്യതയാർന്ന ഈ മഹോത്സവം കടന്നുവരുന്നു. സമ്പൽ സമൃദ്ധിയുടെ പ്രൗഢിയും നീതിനിഷ്ഠയുടെ ശാലീനതയും സൗന്ദര്യത്തിന്റെ തിളക്കവും ഇതിൽ സമരസപ്പെട്ടിരിക്കുന്നു. സമത്വസുന്ദരവും മഹത്വപൂർണവുമായ സമൂഹത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകളായി ഇന്നിന്റെ ദൈന്യത്തിൽ ഇന്നലെയുടെ ചാരുത നിറയ്ക്കുന്നു. ഭാവോജ്വലമായ ഒരു വികാരമാണ് ഇത്. പ്രകൃതി തന്നെ ഈ ആഘോഷത്തിന് പശ്ചാത്തല ഭംഗി ഒരുക്കുന്നു. ശരത്കാല മേഘങ്ങൾ ആകാശത്ത് നൃത്തമാടുന്നു. ഓണത്തുമ്പികൾ പറന്നു കളിക്കുന്നു. പ്രകൃതി രമണീയമായ അന്തരീക്ഷം. പൂത്തിരി വിടർത്തുന്ന ഓണപ്പൂക്കൾ പ്രകൃതിയോടൊപ്പം ഉല്ലസിക്കുന്നു. മനുഷ്യരെല്ലാം ആമോദത്തോടെ കഴിഞ്ഞ, സത്യവും നീതിയും പുലർന്ന, കള്ളപ്പറയില്ലാത്ത, കപടനാട്യങ്ങളില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ മധുര സ്മരണകളാണ് തിരുവോണ നാളുകൾ സംഭാവന ചെയ്യുന്നത്. കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മികവ് വ്യക്തമാക്കുന്ന ഓണം ജാതി മത ഭേദമന്യേ ഏവരും കൊണ്ടാടുന്നു. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയെല്ലാമുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷങ്ങൾ അത്യാഘാതപൂർവം കൊണ്ടാടി വരുന്നു. മഹാബലി മന്നന്റെ മഹനീയമായ ചരിത്ര സങ്കല്പവുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നതാണ് ഓണത്തിന്റെ ഐതിഹ്യം. ധർമ്മനിഷ്ഠനും നീതിമാനുമായിരുന്ന മഹാബലി പ്രജാക്ഷേമ തൽപരനായിരുന്നു. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു നല്ല കാലം. മനുഷ്യ മഹത്വത്തിന്റെ പുളകോത്മകാരിയായ മൂർത്ത സങ്കല്പമാണ് മഹാബലി. തന്റെ സർവസ്വവും ത്രിഭുവനങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തു. ധനം കൊണ്ടോ വീര്യം കൊണ്ടോ അല്ല, ത്യാഗം കൊണ്ടാണ് മനുഷ്യൻ അനശ്വരനായി അമരനായിത്തീരുന്നത് എന്ന ഭാരതീയ വേദാന്തം മഹാബലിയുടെ ചരിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നു. മഹത്തായ പൂർവ സുഹൃതമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഏതു തരത്തിലും ഉയരുവാൻ കഴിയുമെന്ന് മഹാബലിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ ദേവനേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഇവിടെ സ്മരണീയമാണ്. അവതാരമൂർത്തിയായ വാമനൻ ഏതു വരവും കൊടുക്കുവാൻ സന്നദ്ധനായിരുന്നു. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ഈ പരമഭക്തൻ ചോദിച്ചത് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അവസരം നൽകണം എന്നു മാത്രമാണ്. ജനമാനസങ്ങളിൽ ചിരപ്രതിഷ്ഠനായിത്തീർന്ന ആ മാനുഷികത്തിന്റെ സൗഗന്ധികം ജനങ്ങളുടെ മുഴുവൻ തന്നെയും പ്രീതിഭാജനമായി മാറി. അദ്ദേഹത്തിന്റെ തിരുവെഴുന്നള്ളത്ത് സ്വാഗതം ചെയ്യുന്നതിനായി മലയാളികൾ മുഴുവൻ കാത്തിരിക്കുന്ന പുണ്യദിനമാണ് ഓണം. ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ NM സി വാര്യർ.